ഓയിൽ ഫാമിലെ തീപിടുത്തം അത് വലിയ ആശങ്കകൾ തന്നെ ഉണ്ടാക്കിയതാണ്. ആ ആശങ്കകൾ വിരാമമാകുമ്പോൾ അതിൽ ഇടപെട്ട ഫയർഫോഴ്സ്, അത് ഫയർഫോഴ്സിന്റെ വളരെ സജീവമായ ഇടപെടൽ, അത് നമുക്ക് ഇക്കാര്യത്തിൽ വിസ്മരിച്ചുകൂടാ. കാരണം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സിലെ ഓരോ ഉദ്യോഗസ്ഥരും അതിൽ ഇടപെടൽ നടത്തിയത്. നമ്മളോടൊപ്പം ആ സമയം മുതൽ ഇവിടെ ചേർന്ന് നിന്ന ഉദ്യോഗസ്ഥരാണുള്ളത്. തുടക്കം മുതൽ ഇവിടെ കാണുകയാണ്. സാർ, ഇതിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് അഭിനന്ദനീയമാണ്. അതിൽ എടുത്ത എഫേർട്ട് വളരെ വലുതായിരുന്നു. ഞങ്ങളിത് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആദ്യം ഫസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ കടക്കിൽ നിന്നുള്ള 2 യൂണിറ്റ് ഇവിടെ എത്തി. തൊട്ട് പിറകെ പുനലൂരെത്തി. അപ്പോഴത്തേക്ക് ഒരു സെക്ടർ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ മറ്റ് സെക്ടറിലേക്ക് തീ പടരുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോ സെക്ടറായിട്ട് നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്ത് ഏറെ നേരം ഫയർ ഫൈറ്റ് ചെയ്തു. വളരെ റിസ്കി ആയിട്ടാണ് ഇത് അണച്ചത്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വെല്ലുവിളിയായത് ആദ്യം കത്തിയ സ്ഥലത്തേക്ക് വാഹനം യഥേഷ്ടം കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നീടുണ്ടായ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ, ഭയങ്കര കാറ്റും ആ കാറ്റും അതിന്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് രണ്ടാമത് ഫയർ ഫൈറ്റിങ്ങിനായിട്ട് ഉണ്ടായത്. പിന്നെ കൂടുതൽ യൂണിറ്റുകളെത്തി നമ്മളെ ഹയർ ഓഫീസേഴ്സിന്റെ വേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും മറ്റുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാക്കി. പിന്നെ മറ്റ് നാട്ടുകാരെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നാട്ടുകാർ ചെറുപ്പക്കാരൊക്കെ വളരെ സജീവമായിട്ട് ഞങ്ങളോടൊപ്പം തന്നെ അവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഈ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് പോലും അവരുണ്ട്. പിന്നെ ഈ പ്ലാന്റേഷനിലെ ജീവനക്കാർ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള മനസ്സ്. നേരത്തെ സാർ പറഞ്ഞ പോലെ ചില മേഖലയിൽ വാഹനം പോലും കയറി ചെല്ലാൻ പറ്റാത്തൊരു വെല്ലുവിളി അത് വളരെ വലുതായിരുന്നു. അതെ 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 വാഹനങ്ങൾ പല സ്ഥലത്തും എത്തിപ്പെടും. കാരണം ഇത് മലകളാണല്ലോ. മലയുടെ ഭാഗത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല. നമുക്ക് മാനുവലി നടന്നു ചെന്ന് അത് ഫയർ ഫൈറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ സ്മോക്കായിരുന്നു. ഈ സ്മോക്ക് ഈ അന്തരീക്ഷം മൊത്തം വ്യാപിച്ച ഒരവസ്ഥയിൽ നമുക്ക് എയർ പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിന്നുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. പക്ഷേ നാട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റുകാരും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നമ്മുടെ കൂടെ സർവാത്മന നമ്മുടെ കൂടെ സഹകരിച്ചു. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും തന്നെ അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ പറയായിരുന്നു, ഈ ഫയർമാൻ സിനിമയ്ക്കകത്ത് ഈ മമ്മൂട്ടിക്കൊപ്പം നിന്നൊരു ശ്രീകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. അതേപോലെയാണ് ഈ ചില ഉദ്യോഗസ്ഥർ ഇവിടെ വന്നപ്പോൾ കണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ എഫക്റ്റീവായി ഇടപെടാൻ ശ്രമിക്കുന്നു. അതിൽ നിങ്ങളുടെ ജീവൻ പോലും നിങ്ങൾ ആലോചിക്കുന്നില്ല. പലപ്പോഴും ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്ന കാണുമ്പോൾ ഭീതി ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റപ്പ് അങ്ങനെയാണ്. നമ്മുടെ ഒരു ബേസിക് ട്രെയിനിങ്ങിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആ ട്രെയിനിങ്ങിന്റെ ഒരു എഫർട്ടാണ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നത്. തീപിടുത്തത്തിന് ഒരു പ്രാഥമികമായ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നുണ്ട് സാർ? ഇത്ര വ്യാപകൃതമായി തീ പിടിക്കാനുണ്ടായ സാഹചര്യം കുറച്ചൊക്കെ നമ്മൾ ഈ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് അധികമായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അത് അവർ ഏകദേശമൊക്കെ ചെയ്തിരുന്നു. ഈവൻ ദെൻ ഇവിടുത്തെ ആരെങ്കിലും ഒരു പക്ഷേ ഈ തീയുടെ ഉറവിടം താഴെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഭാഗത്ത് ജനങ്ങൾ വാസം ഉള്ള സ്ഥലം ആണ്. അവിടെ നിന്നാണ് ഈ പടർന്നു വന്നേക്കണത്. അപ്പം മറ്റു രീതിയിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും അശ്രദ്ധാപരമായിട്ട് ചെയ്തതാണോ എന്ന് പോലും ആശങ്കപ്പെടാനുണ്ട്. പക്ഷെ നമ്മൾ അത് കറക്റ്റായിട്ട് അതിന്റെ ഒരു ഇത് നമുക്ക് ഇപ്പം ഇക്കാര്യത്തിൽ അന്വേഷണം സ്വാഭാവികമായി നടത്തേണ്ടതല്ലേ? അതിന്റെ വഴിയെ അത് ചെയ്യും. ഈ പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ച് അവർക്കും അക്കാര്യത്തിൽ സംശയം ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. നമ്മളിവിടെ വന്ന ഉടനെ ഫയർ ഫൈറ്റിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് നമ്മൾ ഈ ദീർഘനേരം കൊണ്ട് മണിക്കൂറുകൾ നീണ്ടൊരു പ്രവർത്തനമായിരുന്നു. അതെ അതെ മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിന് ഏകദേശം ഒരു പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും വലിയ ദുരന്തത്തിലേക്ക് പോകാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഈ മണിക്കൂറുകൾ നീണ്ട തീപിടുത്തം, ഇവിടുത്തെ തീപിടുത്തത്തിന് ഈ ഫയർഫോഴ്സിന്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിച്ച 2 ഉദ്യോഗസ്ഥരാണ്. ഇവരുടെ സേവനങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതേപോലെയുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കേരള ഫയർഫോഴ്സിന്റെയൊക്കെ അഭിമാനങ്ങളായി മാറുന്നത്. ക്യാമറമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24.